നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഷീഖ് കബാബ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്തെടുത്ത് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് സൂക്ഷിക്കാൻ ഉണ്ടാവാറില്ല. ഉണ്ടാക്കിയാൽ അപ്പം തന്നെ ചിലവാകും. അത്രയ്ക്കും ഇഷ്ടമാണ് എല്ലാവർക്കും. എത്ര കൊടുത്താലും കഴിക്കും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് വെരി ടേസ്റ്റി ആയിട്ടുള്ള ഷീഖ് കബാബിൻ്റെ റെസിപ്പിയാണ്. അത് ഉണ്ടാക്കി എങ്ങനെ സൂക്ഷിക്കാം എന്നത് ഞാൻ പ്രത്യേകമായി കാണിക്കുന്നുണ്ട്. കബാബ് ചെയ്യാനായിക്കൊണ്ട് 750 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനായിക്കൊണ്ട് ചിക്കൻ ബോൺ പീസ് ഒട്ടും പറ്റില്ല. ചിക്കൻ നന്നായിട്ട് കഴുകി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ വാരാൻ വെച്ച് വെള്ളം വാർന്ന ശേഷം ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് മിക്സ് ചെയ്യാനായിക്കൊണ്ട് കുറച്ച് മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഒരിഗാനോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മാഗിയുടെ 1 പാക്കറ്റ്, കുഞ്ഞു പാക്കറ്റ് ചിക്കൻ മസാല. അത് നമുക്ക് ക്യൂബ്സ് ഇട്ടാനുണ്ട്. 2 ക്യൂബ്സ് അടങ്ങിയ ഇതുണ്ട്, അതിൽ 1 ക്യൂബ്സ് മതിയാവും. ഇത് ചേർക്കുമ്പോൾ വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കണം. ഇത് നല്ല ഉപ്പാണ്. ഇത് കുറച്ച് തരിപ്പായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പൊടിക്കുന്നുണ്ട്. ഇനി ഇത് അരക്കുമ്പോഴധികം വെള്ളമൊന്നും വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവാള ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ആ നീര് കളഞ്ഞിട്ട് അത് ചേർക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഡ്രൈഡ് ഓണിയൻ വീട്ടിലുണ്ടെങ്കിൽ അതൊരു പിടി ചേർത്താലും മതി. ഞാൻ ചിലപ്പോഴും മൈക്രോവേവിൽ ഇട്ടിട്ട് ആറ്റിയെടുക്കാറുണ്ട്, ഉണക്കിയെടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എയർ ഫയറിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാറുണ്ട്. ഇതിപ്പോൾ അത് സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് പിഴിഞ്ഞിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എരിവിനായിക്കൊണ്ട് 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്തോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ പൗഡർ എടുത്താൽ മതി. ഇതിൽ 1 പീസ് ഗാർലിക് ബട്ടർ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ ഗാർലിക് 1 മതിയാവും. ഇതെല്ലാം ഒന്നിച്ച് ചിക്കൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ചിക്കൻ മസാലയെല്ലാം ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചിക്കനും മറ്റേ ക്യാപ്സിക്കും മറ്റുള്ള എല്ലാ മസാലകളും. ചിക്കനൊപ്പം മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ 1 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് 1/2 ടീസ്പൂൺ വേണ്ടി വന്നിട്ടുണ്ട്. മിക്സ്ഡ് ചിക്കൻ റെഡി. ഇനി കബാബ് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഗ്ലാസ് പേപ്പർ വേണം. ആ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പേപ്പറിലോട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് 1 വലിയ സ്പൂണ് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഗ്ലാസ് പേപ്പറിലിട്ട് 2 സെക്കൻഡേ ആവശ്യമുള്ളൂ. കൈ കൊണ്ടൊന്ന് സ്ട്രൈപ്പ് ചെയ്യുക, എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെയെല്ലാം ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുത്താൽ നമ്മളെ ഷീഖ് കബാബ് റെഡി. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. 5 5 6 അപ്പച്ചമ്പിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആവി ഒളിച്ചെടുക്കുക. നന്നായി തണുത്ത ശേഷം ഫ്രീസർ ബാഗിലാക്കി ഫ്രീസറിൽ വെക്കുക. അത്രയേ ഉള്ളൂ. എനിക്ക് 750 ഗ്രാം ചിക്കൻ കൊണ്ട് 15 കബാബാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതൊക്കെ ഞാൻ ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയിട്ട് തണുപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രീസർ ബാഗിൽ നോക്കി വെക്കാൻ മാത്രമൊന്നുമില്ല. അത് ഈവനിങ്ങിൽ ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തണുത്തതിന് ശേഷം ഒരു ക്ലീൻ ഫിലിം ഇട്ട് മൂടി വെച്ചു. കാലത്ത് ഇത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ തണുപ്പിച്ച് കവർ ചെയ്ത് വെച്ചതാണ്. ഫ്രീസർ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കബാബിൻ്റെ ഉള്ളിലും ഇതിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ലഞ്ചിൽ ചെയ്ത് ഇതിൽ പറാട്ടയിൽ റോൾ ചെയ്ത് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുബൂസിൽ റോൾ ചെയ്ത് വെച്ച് കൊടുക്കാം. എല്ലാം നല്ല ടേസ്റ്റായിരിക്കും. എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് നമുക്ക് തണുപ്പൊക്കെ മാറിയാൽ നമ്മളെ ബട്ടറും ഓയിലും മിക്സ് ചെയ്തിട്ട് എങ്ങനെയായാലും അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
ഇത് ഇടയ്ക്കിടെ തിരിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കോരിയെടുക്കുക. ഇതിനോടൊപ്പം കഴിക്കാനായിക്കൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ കുറച്ച് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ കുബൂസ് ഉണ്ട്, പിന്നെ ഗാർലിക് സോസും പിന്നെ സ്വീറ്റ് സോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ടീ ടൈം നല്ല ഗംഭീരമാക്കാമെന്ന് കരുതി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര എളുപ്പമാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. നമുക്ക് കുറച്ച് നല്ല ചിക്കൻ ബ്രസ്റ്റ് കിട്ടിയാൽ മതി. ബാക്കി ചെറിയ ചെറിയ ചേരുവകളേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ക്ലീനായിട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. സൂക്ഷിക്കണം ഞാൻ പറഞ്ഞല്ലോ. സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ആവി കയറ്റിയ ശേഷം നല്ലോണം ആവി മാറി തണുത്ത ശേഷം ഫ്രീസർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. അത് എപ്പോൾ വേണമെങ്കിലും 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ അതിൻ്റെ തണുപ്പ് മാറിയിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമോ, അല്ലെങ്കിൽ ബർഗർ ബന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ അതിനുള്ളിലേക്ക് ഇങ്ങനെ ചീന്തിയിട്ട് വെക്കുക. അത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് വെജിറ്റബിൾസ് ഇപ്പം ടൊമാറ്റോ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിൽ വെച്ച് നല്ലൊരു ബർഗർ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടീ ടൈം അറേഞ്ച്മെൻറ്റ്സ്. നമ്മുടെ ഷീഖ് കബാബ് പൊറാട്ടയിലോ അല്ലെങ്കിൽ കുബൂസിലോ റോൾ ചെയ്തെടുത്തിട്ട് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലഞ്ചായിരിക്കും അത്. ഇതുപോലെ ഷീഖ് കബാബ് ഉണ്ടാക്കി ആവി ഒള്ളിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പലതും കുട്ടികൾക്കായിട്ടും വലിയവർക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് റെഡിയാക്കിയിട്ട് അതിൻ്റെ മസാലയിലേക്ക് ഒരു 4-5 എണ്ണം ഇത് ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് മസാല മിക്സ് ചെയ്താൽ നല്ലൊരു കബാബ് ബിരിയാണിയായി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതിനെ കൊണ്ട് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.